ഓം ശാന്തി. സെക്കൻഡിൽ വ്യക്തഭാവത്തിൽ നിന്നും അകന്ന് അവ്യക്ത സ്ഥിതിയിൽ ഞാൻ സ്ഥിതമാക്കുന്നു. സ്വയം കർമ്മബന്ധനമുക്ത ആത്മാവായി അനുഭവം ചെയ്യുന്നു. കർമാതീതാത്മാവായി അനുഭവപ്പെടുന്നു. ജ്ഞാനാത്മാ കർമ്മബന്ധനത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഏത് കർമ്മത്തിനും മനസ്സിന്റെ സ്ഥിതിയിൽ പ്രഭാവമില്ല. ലൗകിക അലൗകിക കർമ്മവും സംബന്ധവും രണ്ടിലും ഞാൻ സ്വാർത്ഥഭാവത്തിൽ നിന്നും മുക്തമാണ്. ഞാൻ ബന്ധനമുക്ത സേവാധാരിയാണ്. ഞാൻ സത്യമായ സേവാധാരിയാണ്. പരിധിയുള്ള റോയൽ ഇച്ഛകളുടെ കണക്കുകളിൽ നിന്നും മുക്തമായിരിക്കുന്നു. ജ്ഞാനാത്മാ പേര്, പദവി, ബഹുമാന എന്നതിൻ്റെ ഇച്ഛകളിൽ നിന്നും മുക്തമാകുന്നു. ഏത് സേവയിലും സങ്കല്പത്തിൽ പോലും ഞാൻ കരുതുന്നില്ല എൻ്റെ പേരുണ്ടാവട്ടെ. റോയൽ ഇച്ഛകളുടെ കണക്കുകളിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. യോഗബലത്തിലൂടെ കഴിഞ്ഞ ജന്മങ്ങളുടെ കണക്കുകളിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. വ്യർത്ഥ സ്വഭാവം, പഴയ സംസ്കാരങ്ങളുടെ വശത്തിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. ഏതു പരിതസ്ഥിതിക്കും എൻ്റെ സ്വസ്ഥിതിയെ ഇളക്കാൻ സാധ്യമല്ല. ഈ പഴയ അന്തിമ ശരീരത്തിലെ ഏതു വ്യാധിയും എൻ്റെ ശ്രേഷ്ഠസ്ഥിതിയെ ഇളക്കില്ല. ഞാൻ സദാ സ്വചിന്തനം, ജ്ഞാനചിന്തനം, പ്രഭുചിന്തനത്തിൽ മഗ്നമായിരിക്കുന്നു. സർവബന്ധനങ്ങളെയും വിട്ട് ബന്ധനമുക്ത സ്ഥിതിയുടെ അനുഭവം, കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ ബന്ധനമുക്തമാണ്. കർമാതീത ആത്മാവാണ്. ബാബ ഓർമ്മിപ്പിക്കുന്നു, കുട്ടികളെ വിനാശത്തിനു മുൻപ് കർമാതീതമാകണം. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. ഈ വാക്കുകളുടെ ആകർഷണം സന്മുഖത്ത് വളരെയധികമുണ്ടാകുന്നു. ബാബ വന്ന് എന്നെ നിർവികാരിയാക്കുന്നു, ഗുണവാനാക്കുന്നു. ഞാൻ സ്വയത്തെ അശരീരിയാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ഈ ശരീരത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കുന്നു. എല്ലാവരും അവരവരുടെ കണക്കുകൾ അവസാനിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഞാനിപ്പോൾ യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ തമോ പ്രധാന അഴുക്കുകളെല്ലാം ഇല്ലാതാകുന്നത്, അപ്പോൾ സതോ പ്രധാനമാകുന്നു. പിന്നീട്
ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അവസാനം കൊതുകിൻ കൂട്ടത്തിന് സമാനം ശരീരം ഉപേക്ഷിക്കും, വിനാശമുണ്ടാകും. ഞാൻ കർമാതീത അവസ്ഥ പ്രാപിക്കും. ബാബ തന്നെ വന്ന് സമ്പത്ത് നൽകുന്നു. ബാബ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു. ഞാൻ ശരീരം, മനസ്സ്, ധനത്തിലൂടെ ആത്മീയ സേവനത്തിൽ സഹായിയായി മാറുന്നു. എല്ലാവർക്കും അല്ലാഹുവിൻ്റെ പരിചയം നൽകി സമ്പത്തിന്റെ അധികാരിയാക്കി മാറ്റണം. വിനാശത്തിനു മുൻപ് കർമാതീതമാകുന്നതിനു വേണ്ടി ബാബയെ ഓർമ്മിക്കുന്നു. ബാബയ്ക്ക് സമാനം മോഹജീതാകണം. ആത്മാവിന്റെ മോഹം മാറി ഒരു ബാബയിൽ മുഴുകിയിരിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സർവശക്തിവാനായ ബാബയുടെ കൂട്ടുകെട്ടിന്റെ സ്മൃതിയിലൂടെ വിഘ്നങ്ങളെ അകറ്റുന്ന പരമാത്മ സ്നേഹിയാകൂ. സദാ പ്രിയതമനെ കൂടെ വെക്കുന്നതിനാൽ അവരുടെ മുന്നിൽ ഒരു പ്രശ്നവും വരില്ല. സദാ ഓർമ്മിക്കുന്നു, എനിക്ക് സമ്പൂർണതയെ സമീപമെത്തിക്കണം. മാത്രമല്ല, പ്രശ്നങ്ങളെ ദൂരേക്കകറ്റണം. പ്രിയപ്പെട്ടവരായി മാറാനുള്ള പുരുഷാർത്ഥമല്ല, വേറിട്ട അവസ്ഥ അനുഭവം ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്താൽ സ്വതവേ ഏവർക്കും പ്രിയപ്പെട്ടവരാകുന്നു. ഓം ശാന്തി.